ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിൻ്റെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നാളെ കൂട്ടുകാർക്ക് ബയോളജിയാണ് എക്സാം. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, സമഗ്രയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക, ഒരു സ്കോർ വീതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. സൂചനകൾ വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ എന്താണ് സൂചനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവയിൽ ഏതാ ശരി എന്ന് വെച്ചാൽ അത് എഴുതുക. നോക്കി നോക്കാം. തൊട്ടാവാടിയുടെ ഇലകളിൽ സ്പർശിക്കുമ്പോൾ അവ കൂമ്പുന്നത് ചലനമാണ്. ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചുള്ള സസ്യഭാഗത്തിൻ്റെ ചലനങ്ങളാണ് ട്രോപ്പിക ചലനങ്ങൾ. വള്ളിച്ചെടികൾ താങ്ങിൽ ചുറ്റി വളരുന്നത് സ്പർശോട്രോപ്പിക ചലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സൂചനകൾ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ മാത്രം ശരി, എ ശരി, ബിയും സിയും തെറ്റ്, എ ബി സി എന്നിവ ശരി, എ തെറ്റ്, ബിയും സിയും ശരി. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ് അപ്പുറത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? എ ബി സി എന്നിവ ശരി. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 3 എണ്ണം എന്താണ്? കറക്റ്റ് ഉത്തരാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നിർണ്ണയിക്കാൻ കഴിയാത്തത് ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കി നോക്കാം. പ്ലാസൻ്റയുടെ സ്ഥാനം, ഗർഭകാല പ്രമേഹം, ജനതിക വൈകല്യങ്ങൾ, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച. അപ്പോൾ ഇതിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്തത് ഏതാണ്? ഗർഭകാല പ്രമേഹം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. 3ാമത്തെ പട്ടികയിൽ ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് ഏതെന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് നമുക്ക് വായിച്ച് നോക്കാം. എന്താണ്? അനലിഡ, അതിൻ്റെ സവിശേഷത ചെറുതും മൃദുവായതും പരന്ന ശരീരവുമുള്ള വിരകൾ. ദെൻ ഉദാഹരണം ഉണ്ട്. ഇനി എന്താ? മൊലസ്ക, ഗണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികൾ, കടൽ ചേന. ഇനി പ്ലാറ്റി ഹെൽമിന്തസ്, മൃദുശരീരം, ഭൂരിഭാഗം ജീവികളും ശരീരത്തെ പൊതിഞ്ഞ് കാൽസ്യം കാർബണേറ്റ് കവചം. ദെൻ ഉദാഹരണം പ്ലനേറിയ. ദെൻ ലാസ്റ്റ് വൺ ഫൈലം നിമാഡേറ്റ. ദെൻ അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നീണ്ടുരുണ്ട ശരീരമുള്ള വിരകൾ. ദെൻ ഉദാഹരണം കൊക്കപ്പുഴു. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ലാസ്റ്റ് വൺ 4ാമത്തെയാണ്. നിമാറ്റോഡ, നീണ്ടുരുണ്ട ശരീരമുള്ള വിരകൾ, കൊക്കപ്പുഴു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ എന്താണ്? താഴെ ചിത്രീകരിക്കുന്ന പദാർത്ഥ സംവാഹന പ്രക്രിയയുടെ പേരെഴുതുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് പേര്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്ത് ഡിഫ്യൂഷനാണ്? ഡിഫ്യൂഷൻ എന്ന് മാത്രം എഴുതിയാൽ പോരാ. എന്താണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം നോക്കാം. ഗ്ലോമുർലസിൽ നിന്നും രക്തം പുറത്തേക്ക് വഹിക്കുന്ന കുഴൽ ഏത്? അഫറൻ വെസൽ, വൃക്കാധമനി, വൃക്കാസീര, ഇഫറൻ വെസൽ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഇഫറൻ വെസലാണ്. ഇഫറൻ വെസൽ എത്രാമത്തെയാണ്? ലാസ്റ്റ് വൺ ഇഫറൻ വെസൽ. ഓക്കെ, ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. എ ബി എന്നീ രക്തക്കുഴലുകൾ തിരിച്ചറിഞ്ഞ് ശരിയായ ഉത്തരം തിരഞ്ഞെഴുതുക. അപ്പോൾ എയും ബിയും ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? എ ശ്വാസകോശ ധമനി, ബി ശ്വാസകോശ സിര, ദെൻ 2ാമത്തെ ശ്വാസകോശ ധമനിയും അതുപോലെ തന്നെ ഊർധ മഹാസിര, ദെൻ 3ാമത്തെ അധോമഹാസിര മഹാധമനി, ദെൻ 4ാമത്തെ മഹാധമനി ശ്വാസകോശസിര. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? 1ാമത്തെയാണ് ശ്വാസകോശ ധമനിയാണ് എ ചിത്രം. ദെൻ ബി എന്താണ്? ശ്വാസകോശസിരയാണ്. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ എന്താ? ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ചിത്രീകരണം നോക്കുക, അതൊന്ന് വിശദമായി നോക്കുക. ചിത്രീകരണം
തിരിച്ചറിയുക. അപ്പോൾ ഇത് ഏത് ചിത്രീകരണമാണ്? സസ്യങ്ങളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും കോശദ്രവത്തിലേക്ക് പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്നത്. അപ്പോൾ അതാണ് ആ ചിത്രമാണ് തന്നിരിക്കുന്നത്. ദെൻ അതിലെ ബി ക്വസ്റ്റ്യൻ, ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രക്രിയയെ പറ്റി വിശദമാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിൽ ഉള്ള സ്ഥലത്തിലൂടെ. ദെൻ 2 പോയിൻറ്റ്സും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. അസ്ഥിവ്യവസ്ഥയുടെ ആരോഗ്യത്തിൽ താഴെ പറയുന്ന ഘടകങ്ങളുടെ പങ്ക് വിശദമാക്കുക. അപ്പോൾ അസ്ഥിവ്യവസ്ഥയുടെ ആരോഗ്യത്തിൽ താഴെ പറയുന്നവർ എന്തെല്ലാം പങ്കാണ് വഹിക്കുന്നത്? അപ്പോൾ ആദ്യം വിറ്റമിൻ ഡി, ദെൻ കാൽസ്യം. അപ്പോൾ വിറ്റമിൻ ഡി എന്താ? കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന്. അപ്പോൾ വിറ്റമിൻ ഡി ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിലുള്ള കാൽസ്യം ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് കാൽസ്യം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അസ്ഥികൾക്ക് കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്തുന്നതിന്. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം നോക്കാം. ജീവികളെ വർഗിക്കുന്നതിൽ DNA ബാർകോഡിങ്ങിൻ്റെ പ്രാധാന്യം വിശദമാക്കുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, അതിൻ്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. DNA-യിൽ പ്രത്യേക തന്മാത്ര ശ്രേണികൾ താരതമ്യപ്പെടുത്തി ജീവികളെ വർഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് DNA ബാർകോഡിംഗ്. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി തന്മാത്രത്തിൽ സ്പീഷീസുകളെ തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ലബോറട്ടറികളും ഗവേഷകരും DNA ബാർകോഡുകൾ തയ്യാറാക്കി ഗവേഷണങ്ങൾക്കായി പങ്കുവയ്ക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചില ഗർഭനിരോധിത മാർഗങ്ങൾ നൽകിയിരിക്കുന്നു. അവ ഗർഭധാരണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നത് എങ്ങനെ? അപ്പോൾ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, വാസക്ടമി, ഡയഫ്രം. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ നോക്കി നോക്കാം. വാസക്ടമി എന്താണ്? ബീജവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ പുംബീജത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ ഡയഫ്രം എന്ത് റോളാണ് വഹിക്കുന്നത്? പുംബീജങ്ങൾ ഗർഭാശയത്തിൽ എത്തുന്നത് തടയുന്നു. ഓക്കെ, ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. വിവിധ ജീവികളും അവ ഉൾപ്പെടുന്ന ഫൈലങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അപ്പം നോക്കി നോക്കാം. പ്ലനേറിയ, സ്പോഞ്ചുകൾ, ഹൈഡ്ര, പാറ്റ, ഉരുണ്ട വീര. ഇനി എന്താ? സീലൻട്രേറ്റ, ആർത്രോപോഡ, എക്കിനോഡെർമേറ്റ, പ്ലാറ്റിഹെൽമിന്തസ്, പോറിഫെറ, നിമാറ്റോഡ. ഇനി മാതൃക കൊടുത്തിട്ടുണ്ട്, പാറ്റ, ആർത്രോപോഡ. അപ്പോൾ ഇതുപോലെ നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്ലനേറിയ ഏതാണ്? പ്ലാറ്റിഹെൽമിന്തസ്. ഇനി അടുത്തത് സ്പോഞ്ചുകൾ ഏതാ? പോറിഫെറ, ഹൈഡ്ര, സീലൻട്രേറ്റ, ഉരുണ്ട വീര, നിമാറ്റോഡ. ഓക്കെ, ഓരോന്നിനും ഹാഫ് മാർക്സ് വീതം. ഇനി നെക്സ്റ്റ് 12ാമത്തെ ചോദ്യം നോക്കാം. ബോക്സിൽ നൽകിയിട്ടുള്ളവ ഉൾപ്പെടുത്തി ചുവടെ നൽകിയിട്ടുള്ള പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക. അപ്പോൾ പട്ടിക നോക്കി നോക്കാം. ഐച്ഛിക പേശി, അനൈച്ഛിക പേശി. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് തന്നിട്ടുള്ളത്? സ്പിൻഡിൽ ആകൃതി, ദണ്ഡാകൃതി, കുറുവരകൾ കാണപ്പെടുന്നു, ആമാശയത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇത് ക്ലാസിഫൈ ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? ഐച്ഛിക പേശിയിൽ ദണ്ഡാകൃതി, കുറുവരകൾ കാണപ്പെടുന്നു. അനൈച്ഛിക പേശിയിൽ സ്പിൻഡിൽ ആകൃതി, ആമാശയത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കൂട്ടുകാർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.